യാത്രയിലാണു ഞാൻ ഇന്നോ തുടങ്ങിയ ദീർഘമാം വേറിട്ട യാത്രയിലാണു ഞാൻ. എത്രയോ നേരമായി പുറപ്പെട്ടതാണു ഞാൻ. പ്രണയം, പഴയ പ്രണയവും പുതിയ പ്രണയവും ഒക്കെ എനിക്ക് തോന്നുന്നു കുറെ വ്യത്യാസമുണ്ട്. വാക്കുകളിൽ ഒരേ വാക്കാണെങ്കിലും അതിന്റെ ആഴത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമസ്കാരം. മലനാട് വാർത്തയുടെ സാംസ്കാരികം പുതിയ എപ്പിസോഡിൽ നമ്മളൊപ്പം ഉള്ളത് ശ്രീലേഖ. പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും കവയത്തിൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീലേഖ കൃഷി വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമണം ചെയ്യും. അതിനു മുമ്പ് ഒരുപാട് കാലം ആകാശവാണിയിലും മറ്റു വിവിധ സാംസ്കാരിക മേഖലയിലും നിറസാന്നിധ്യമായിരുന്ന ആളാണ്. സ്വാഗതം ശ്രീമതി ശ്രീലേഖ. ആദ്യമായി ഈ പുസ്തകം, 2 പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കവിതാ സമാഹാരം. ആദ്യത്തേത് സൂര്യനെ പ്രണയിച്ചപ്പോൾ, രണ്ടാമത്തേത് പ്രണയമൽഹാർ. 2 പുസ്തകങ്ങളും പ്രണയത്തെ ആഘോഷിക്കുന്ന പുസ്തകങ്ങളാണ്. എന്താണ് കവിത എഴുതാനുള്ള പ്രചോദനം? പ്രണയം എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്. അത് എന്തിനോടുള്ള പ്രണയമാണെങ്കിലും, മനുഷ്യരോടുള്ള, ഓരോ വസ്തുക്കളോടുള്ളത്, അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളോട്. പ്രണയം എന്നത് ഒഴിച്ച് നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. പ്രണയം ഇല്ലാതെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നത്. പേരുകൾ വരാം. കവിത ജീവികളോടുള്ള, പക്ഷികളോടൊക്കെയുള്ള സ്നേഹം ചെറിയ ചെറിയ വരികളായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആരെയും കാണിക്കില്ല. അപ്പൊ നമുക്ക് ചെറുതിലെ ഒരു ഇതുണ്ടാവുമല്ലോ, ഇത് എങ്ങനെയുണ്ട്, ഇത് കവിത തന്നെയാണോ എന്നൊക്കെയുള്ള ഒരു ശങ്കകളൊക്കെ ഉണ്ടായതുകൊണ്ട് ആരെയും പുറത്തൊന്നും കാണിക്കില്ല. പക്ഷെ വീട്ടിലൊക്കെ അറിയാമായിരുന്നു. അപ്പൊ അതങ്ങനെ പോയി. പിന്നെ കോളേജിൽ കുറച്ചുകൂടെ വലുതായി അഗ്രികൾച്ചറിന് പഠിക്കുന്ന സമയത്തൊക്കെ മാഗസിനിലൊക്കെ എഴുതാറുണ്ട്. ചെറിയ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെ, കോളേജ് മാഗസിനുകളിൽ. വീട്ടിൽ നിന്നുള്ള വീട്ടിൽ നിന്ന് അച്ഛനമ്മയും ഒക്കെ ആണ്. എന്റെ ചേച്ചി എഴുത്തുകാരിയാണ്, നോവലൊക്കെ എഴുതും. പിന്നെ മമ്മി പറഞ്ഞ അച്ഛൻ ഒക്കെ കുറെ എഴുതുന്ന ആളാണ്. പക്ഷെ അങ്ങനെ അറിയപ്പെടുന്ന ആൾക്കാരൊന്നും അല്ല. പക്ഷെ അവരുടേതായ സൃഷ്ടികൾ. പിന്നെ അമ്മ ഇത് ഒരുപാട് വായിക്കുന്നതാണ്. ഒരുപാട് വായിക്കും, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വായനാശീലമുണ്ട്. വായനയുടെയും ഒരു സർഗാത്മകതയുടെയും ഒരു പശ്ചാത്തലം വീട്ടിലുണ്ടായിരുന്നു. വലിയ ഭാഗ്യം കൂടിയാണ്. ആദ്യമായിട്ട് ഒരു കവിത പ്രസിദ്ധീകരിക്കുന്നത് എപ്പോഴാണ്? ആദ്യമായി കോളേജ് മാഗസിനിൽ വന്നു കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് വന്നിട്ട് ജോലിയുടെ തിരക്കുകളായിരുന്നു. ധാരാളം കവിതകൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇപ്പോഴും അന്നും ഉണ്ട്. പ്രസിദ്ധീകരിക്കാതെ ഇങ്ങനെ ഒഫീഷ്യൽ തിരക്കുകൾ കാരണം അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. പിന്നെ ഞാൻ എഴുതുക എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി അങ്ങനെ ഇരുന്ന് മെനക്കെട്ട് എഴുതുന്നതല്ല. എപ്പോഴും വേണമെങ്കിലും എഴുതാൻ പറ്റും. യാത്ര ചെയ്യുമ്പോൾ എഴുതും. പിന്നെ എപ്പോഴാണ് ലെഷർ ടൈം കിട്ടുന്ന ആ സമയത്ത് എഴുതും. അതെ അതെ, യാത്ര എനിക്ക് വലിയ ഇഷ്ടമുള്ളത്. എപ്പോഴും വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാൻ ഇഷ്ടമല്ല. എവിടെയാണെങ്കിലും യാത്ര പോകുക. കാരണം ഓരോ യാത്രകളും നമ്മളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പുതിയ മനുഷ്യനാണ്, ഒരു പുതിയ തുടക്കമാണ്. ഒഫീഷ്യൽ തിരക്കുകളിലാണെങ്കിൽ നമുക്കൊരു സൺഡേ കിട്ടി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോവുക എന്നുള്ളതാണ്, വീട്ടിലിരിക്കുകയല്ല. പോയി വരുമ്പോൾ കൃഷി വകുപ്പില് ഉന്നതമായൊരു പദവിയിലിരുന്ന പറ്റിയാണ്. അപ്പൊ എപ്പോഴാണ് ഈ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ എഴുതാൻ സമയം കണ്ടെത്തുക, യാത്ര ചെയ്യാൻ സമയം കണ്ടെത്തുക, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഞാന് ചെറുതിലെ മുതലേ ജീവിതത്തെ ആസ്വദിക്കുന്ന ആളാണ്. ആസ്വദിക്കാന്ന് വെച്ചാൽ വിഷമങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതില് നമ്മൾ മുറുകെ പിടിച്ച് അവിടെ ഇരുന്നാൽ നമുക്ക് 2 തരത്തിൽ ചിന്തിക്കാം. ഒന്നുകിൽ കരഞ്ഞുകൊണ്ട് ജീവിക്കുക, ഒന്ന് ഉള്ള സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയത് വെച്ചിട്ട് സന്തോഷിക്കുക. അപ്പോൾ ഞാനെപ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതാണ്. എന്ത് കിട്ടിയാലും നമുക്ക് ഇത്രയും കിട്ടിയല്ലോ, അല്ലെങ്കിൽ കിട്ടാത്തതിനെ പറ്റി ഇങ്ങനെ അത്യാഗ്രഹം പിടിക്കാറില്ല. കിട്ടിയതിന് വലിയ ഹാപ്പിയാണ്, ദൈവത്തിനോട് നന്ദി പറയാറുണ്ട്. അപ്പോൾ കവിത എഴുതുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയല്ലോ, യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ. അപ്പം പണ്ട് കാലത്ത് ബുക്കിലാണ് എഴുതിയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ എഴുതുന്നത് ബുക്കിലല്ല, എൻ്റെ മൊബൈലാണ്, നോട്ട് പാഡിലാണ് കവിതകൾ എഴുതുന്നത്. അപ്പോൾ എപ്പോഴും വേണം നമുക്ക് എഴുതാം. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നു, പിന്നെ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് വെറുതെ ഇരുന്നു, അപ്പോൾ പെട്ടെന്ന് എഴുതിയാലോ എന്ന് വെച്ചു. സമയം കിട്ടുമ്പോഴൊക്കെ ആ സമയത്തിൽ ഒരു സമയം കളയാറില്ല, വേസ്റ്റ് ചെയ്യാറില്ല. പുസ്തകത്തിലെ കവിതകളിലേക്ക് വരുന്നതിന് മുൻപ് വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, കവിതയുടെ
വീട്ടിൽ നിന്ന് സ്കൂൾ കാലഘട്ടത്തിലെ ഞാൻ എല്ലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ എന്ത് കാര്യം വന്നു കഴിഞ്ഞാൽ ആർട്സ് ഫെസ്റ്റിവലൊക്കെ വന്നാൽ എല്ലാ പരിപാടിയിലും ചേരും ഒരുവിധം. സ്കൂളിലൊക്കെ ആകുമ്പോൾ ഡാൻസിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പാട്ടിലേക്ക് മാറി. പിന്നെ എഴുത്ത്, കവിതകൾ എനിക്ക് എങ്ങനെയാണ് കവിതകളിലേക്ക് വന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഞാൻ ശരിക്കും വായിച്ചിരുന്നത് ഒരുപാട് കഥകളും യാത്രാവിവരണങ്ങളും നോവലുകളുമാണ്. ഡിറ്റക്റ്റീവ് നോവലുകൾ, അങ്ങനെ വിവർത്തനങ്ങൾ, അതൊക്കെ 4ാം ക്ലാസ് മുതൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ. ബാലസാഹിത്യം ഞാനും എൻ്റെ ബ്രദറും കൂടെ ഒരു 3-4 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് ബുക്ക് എടുക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് നോവൽ എടുക്കും, ഞങ്ങൾക്ക് ബാലസാഹിത്യം എടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ വായിച്ചു വന്നു. പിന്നെ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ കല്യാണ ശേഷമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രചോദനം കിട്ടിയത് എന്ന് പറയാൻ പറ്റില്ല, പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത്. അതൊരു വലിയ ഭാഗ്യം കൂടിയാണ്. വായനയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആസ്വദിച്ചിരുന്ന എഴുത്തുകാരന്മാരെ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ, ഞാൻ 92 കാലഘട്ടത്തിൽ വായിച്ചതാണ് എങ്കിൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബുക്ക് അവകാശികളാണ്. അത് നമുക്ക് മറക്കാനേ പറ്റില്ല. കാരണം അതിലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എന്തോ മനസ്സിൽ എവിടെ നിന്നൊക്കെ ഓടി വരുന്നുണ്ട്. പക്ഷെ വലിയൊരു ബുക്കാണ്. അതൊരു തപസ് പോലെ ഇരുന്ന് വായിച്ചു തീർത്ത്. ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എടുത്തു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട്. എല്ലാ ബുക്കുകളും, എല്ലാവരുടെ പിന്നെ വിവർത്തനങ്ങൾ, ബംഗാളി നോവൽസ്, അതൊക്കെ അഗതാ ക്രിസ്റ്റിയുടെ നോവലുകൾ, അങ്ങനെ ഒരുപാട് നോവലുകളുണ്ട്. എടുത്തു പറയാൻ ഒരുപാട് ബുക്കുകൾ. അതിനുശേഷം ആകാശവാണിയിലെത്തുന്നത് ഞാൻ എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. ഇങ്ങനെ കാഷ്വൽ ആർട്ടിസ്റ്റുകൾ എടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ വോയിസ് ടെസ്റ്റിന് ചെല്ലാൻ വരുന്നു. ഞാനങ്ങനെ വോയിസ് ടെസ്റ്റിന് പോകുന്നു. എനിക്ക് ഫസ്റ്റ് വോയിസ് ടെസ്റ്റിൽ കിട്ടി. അപ്പോൾ വോയിസ് ടെസ്റ്റിൽ കിട്ടാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മലയാളത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മലയാളം മീഡിയത്തിലാണ് സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ അവിടെ പണ്ടത്തെ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടെഴുത്ത്, പിന്നെ അപ്പോൾ ടീച്ചേഴ്സ് പണ്ട് എഴുന്നേറ്റ് നിൽപ്പിച്ച് നിർത്തിയിട്ട് നമ്മളോട് വായിക്കാൻ പറയും, ഒരു പാരഗ്രാഫ് വായിക്കാം. അപ്പോൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്കത് സ്വയം നമ്മൾ പറയുന്നത് ആസ്വദിച്ച് വായിക്കുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സൗണ്ട് നല്ല ഉച്ചത്തിൽ കേൾക്കാൻ വേണ്ടി വീടിന്റെ മൂലയിൽ പോയിട്ട് 2 ചുമരുകളുടെ ഇടയിൽ മൂലയ്ക്ക് ഇങ്ങനെ അങ്ങനെ കോർണറിൽ നിന്നിട്ട് ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നല്ല രസം എക്കോ ആയിട്ട് കേൾക്കും. പിന്നെ അങ്ങനെയൊക്കെ വായിക്കുമായിരുന്നു. അപ്പൊ വളരെ വ്യക്തമായിട്ടും അക്ഷരസ്വലതയോടുകൂടി പറയാൻ ശ്രദ്ധിക്കുകയായിരുന്നു. പാട്ടൊക്കെ പാടുമ്പോൾ ഈ പേപ്പറൊക്കെ ചുരുട്ടിയിട്ട് ഇങ്ങനെ മാസിയൊക്കെ ചുരുട്ടി വെച്ചിട്ട് ചെവിയിൽ ഇങ്ങനെ പാടില്ല. അപ്പോഴും സൗണ്ടിനെ വളരെയധികം ശ്രദ്ധിക്കുകയായിരുന്നു. പണ്ട് ആകാശവാണിയിലൊക്കെ ഒരുപാട് കാൻകാവിൽ, PP രാധാമണി, സതീഷ് ചന്ദ്ര, ഇവരുടെയൊക്കെ സൗണ്ടുകളൊക്കെ നമ്മൾ വളരെയധികം ഇപ്പോഴും ഓർത്തിരിക്കുന്ന ശബ്ദങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് അവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ചൊരു ഭയമൊന്നും തോന്നിയിട്ടില്ല. വളരെ നന്നായിട്ട് ഓരോന്നും ഉച്ചരിക്കാൻ പറ്റിയത് കൊണ്ടായിരിക്കും എനിക്കതിൽ സെലക്ഷൻ കിട്ടിയത്. അതില് ഞാൻ ശരിക്കും വയലും വീടും പ്രോഗ്രാം, അഗ്രികൾച്ചർ കഴിഞ്ഞതുകൊണ്ട് വയലും വീടും പ്രോഗ്രാമിലേക്കായിരുന്നു ശരിക്കും ഓഡിഷന് വിളിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ അതിൽ തന്നെ യുവവാണി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ പ്രോഗ്രാം ഇങ്ങനെ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ആങ്കറിങ് തുടങ്ങുന്നത്. ഞാൻ ഇപ്പോഴും വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ആങ്കറിങ്, അനൗൺസ്മെന്റ് പ്രോഗ്രാംസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രചോദനം ആകാശവാണി ഒരു സാധാരണ യാത്രയിലും പ്രയോജനമായിട്ടുണ്ട്. എഴുത്തിന് എങ്ങനെയാണ് കാലഘട്ടം? എഴുത്തിന് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പല വ്യക്തികളും വന്നു പോകുന്നുണ്ട്, ആർട്ടിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് ആകാശവാണി. അപ്പൊ അവരെയൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ അവരുടെ പ്രോഗ്രാമൊക്കെ റെക്കോർഡിങ് ഇന്നത്തെ കാലത്ത് ഈ സ്കൂളിലൊക്കെയാണ് റെക്കോർഡിങ്. നമ്മളെപ്പോലെ ഇത് TV-യിൽ കമ്പ്യൂട്ടറിൽ വെച്ച് ചെയ്യുന്നതല്ല. ഇപ്പൊ സ്കൂൾ വെച്ചിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര കൃത്യതയോട് കൂടി ടെൻഷൻ ഒരു പ്രോഗ്രാം അനൗൺസ്മെന്റും കൂടെ അതിൻ്റെ അകത്ത് കയറ്റി ഈ പ്രോഗ്രാം ഒക്കെ ചെയ്തു കൊടുക്കണമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളത്. പിന്നെ ആകാശവാണി തന്നെ വളരെ, ഞാനിപ്പോഴും ആത്മസഖി എന്നുള്ളൊരു പ്രോഗ്രാം ആകാശവാണി കൊച്ചി FM-ന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞ പോലെ തന്നെ ആകാശവാണി എൻ്റെ വളർച്ചയിൽ ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. കാരണം ആദ്യമായി ഞാൻ ആങ്കർ ചെയ്തത് ആകാശവാണിയുടെ ഒരു പ്രോഗ്രാമാണ്. അത് ഒരു പബ്ലിക് പ്രോഗ്രാം, വലിയൊരു സംഗീത നാടക അക്കാദമിയുടെ ഒരു നാടക മത്സരം കണ്ണൂർ വെച്ച് നടന്നത്, തൃക്കരിപ്പൂർ സ്ഥലത്ത് വെച്ച് നടക്കുന്നത്. ആ സമയത്ത് ഞാനായിരുന്നു അത് ആങ്കർ ചെയ്തിരുന്നത്. അങ്ങനെയാണ് എനിക്കതൊരു വലിയൊരു കോൺഫിഡൻസ് ഉണ്ട്. പുസ്തകത്തിലേക്ക് വന്നാൽ ആദ്യം പറഞ്ഞതുപോലെ പ്രണയമാണ് പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറയുന്നത്. ആദ്യത്തെ പുസ്തകം സൂര്യനെ പ്രണയിച്ച പോവുക.
അത് ആദ്യത്തെ കവിത, ടൈറ്റിൽ കവിതയാണ് ആദ്യത്തെ കവിതയായിട്ടുള്ളത്. അത് കവിത ആരംഭിക്കുമ്പോൾ പ്രണയത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഒരു നിരാശയുടെയോ ദുഃഖത്തിന്റെയോ യാതൊരു സൂചനകൾ പോലും ഇല്ലാതെ തുടങ്ങിയിട്ട് അവസാനത്തിലെ നിന്ന് പെട്ടെന്ന് പാടിക്കൊഴിഞ്ഞ സ്വപ്നങ്ങളാകുകയും തന്നെ നിരാശപൂർണ്ണമായി എന്ന് എന്ന് വരികയും അവിടെ നിന്ന് ആ ഒരു ദുഃഖം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവിടെ നിന്ന് വിടർന്ന് മാതക നിറമാർന്ന് സൂര്യകാന്തിയായി ജ്വലിച്ചു നിൽക്കുന്നു എന്ന തരത്തിലാണ്. അപ്പൊ ആദ്യം സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഈ ദുഃഖങ്ങളും വേദനകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതിനേക്കപ്പുറം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയാണ് ജീവിതത്തെ കാണുന്നത്. കവിതയിലും അത് തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ശരിയല്ലേ? എന്റെ ഓരോ കവിതകളും സാധാരണ എനിക്ക് പലരോടും സംസാരിക്കുമ്പോൾ അവർ പറയും നമ്മൾ എഴുതി പിന്നെയും എഡിറ്റ് ചെയ്ത് വെട്ടി തിരുത്തി അങ്ങനെ എഴുതി കുറെ പ്രാവശ്യം എഡിറ്റ് ചെയ്തു. പക്ഷെ എന്റെ ഓരോ കവിതകളും എന്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എഴുതുകയാണ് ചെയ്യുന്നത്. ഒരു വെട്ടിത്തിരുത്തലുകളില്ല. സന്തോഷം ഉണ്ടാവും, അപ്പൊ സന്തോഷം അതിൽ കാണാം. അതേസമയം വിഷമം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടെങ്കിൽ ആ സമയത്ത് എഴുതുമ്പോൾ നമ്മുടെ എങ്ങനെയാണോ മൂഡ് അതുപോലെ തന്നെ അതിലേക്ക് വരുന്നതാണ്. എന്റെ മനസ്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നതെല്ലാം. കാരണം ഞാനിതിപ്പോ എഴുതിയത് ഇപ്പൊ ഒരു സബ്ജക്ട് വരുന്നപ്പോ സൂര്യനെ പ്രണയിച്ച പൂവ് എന്ന് പറഞ്ഞ് എഴുതിയത്, അല്ലെങ്കിൽ ഒരു കടൽ, അല്ലെങ്കിൽ യാത്ര, നമ്മൾ ഓരോ സെക്കൻഡിലും എഴുതുന്ന കവിത നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വീണ്ടും എഴുതാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം ഞാനത് ഒന്ന് എഴുതി അവിടെ തീർന്നത്. പിന്നെ അതേ ടോപ്പിക്ക് തന്നാൽ നമ്മൾ എഴുതുന്നത് വേറെ. പിന്നെ ഞാനത് എഴുതിയിട്ട് കുറെ കഴിഞ്ഞ് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ഞാൻ തന്നെ എഴുതിയതാണോ എന്നും എനിക്ക് തോന്നാറുണ്ട്. അത് എല്ലാവർക്കും തോന്നുന്നുണ്ടോന്നറിയില്ല. ഈ ചിരികൾക്കൊക്കെ അപ്പുറം നഷ്ടത്തിന്റെ ചില നൊമ്പരങ്ങളുടെ ചില സൂചകങ്ങൾ കവിതയിലാകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഒരുപാട് എനിക്ക് ഇവിടെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതാണ് മൗനത്തിനും ഒരുപാട് അർത്ഥമുണ്ട് അല്ലെ? അങ്ങനെ ഒരു കവിതയും മൗനത്തിന്റെ വഴികളെന്ന് പറഞ്ഞ കവിതയില് ഈ മൗനത്തിന്റെ അർത്ഥങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മൗനത്തിന്റെ അല്ല, ദുഃഖം എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡാണ് എന്റെ ദുഃഖം. സിജു പറഞ്ഞില്ല, ഹസ്ബൻഡ് മരിച്ചു. കോവിഡായിരുന്നില്ല, ബാക്കി മൊത്തം നമ്മള് വാക്സിനേഷൻ ഒക്കെ എടുത്തത് അങ്ങനെ കുറെ പേരുണ്ടല്ലോ. അഡ്വക്കേറ്റ് ആയിരുന്നു ഹൈക്കോടതിയിൽ. ഈ കവിതകളെ കുറിച്ച് പൊതുവെ വായനക്കാരുടെ വായനക്കാര് പറയുന്ന വെച്ചാൽ നമുക്കത് വായിച്ചു കഴിയുമ്പോൾ നല്ലൊരു ഫീലുണ്ട്. എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ്, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ അതിന്റെ ഉള്ളില് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പലരും പല കവിതകളും സെലക്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് എന്റെ ഒരു ഫീല് പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര്. കവിതകളുടെ ഒരു മാറ്റം ഇപ്പൊ ആദ്യത്തെ എല്ലാം ഈ വൃത്തത്തിൽ എഴുതുന്ന കവിതകൾ ഇപ്പോഴത്തെ ഒരു ശൈലിയെ അതല്ലല്ലോ, എഴുതുന്നതില്ല എന്നല്ല. എന്താണ് കവിതകൾക്ക് അങ്ങനെ ഒരു ഈണം? അത് കവിതകൾക്ക് അങ്ങനെ വരാൻ എനിക്ക് തോന്നുന്നു, ഞാൻ അത്യാവശ്യം കുറച്ച് പാട്ട് പാടുന്നതാണ്. പഴയ വയലാറിന്റെ പാട്ടുകൾ, ദേവരാജ മാഷ പാട്ടുകൾ, എല്ലാവരുടെ രവീന്ദ്ര മാഷ പാട്ടുകൾ, അങ്ങനെ എല്ലാ പാട്ടുകളും ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുമുണ്ട്. അതേപോലെ പാട്ടുകൾ നമ്മളെ മനസ്സിൽ പണ്ടേ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇതാണ്. എപ്പോഴും പാട്ട് മനസ്സിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പാട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ, കവിതകളാണല്ലോ പൊതുവെ നമുക്ക് മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുന്നത്. ഗദ്യത്തിനേക്കാളും അധ്യയനങ്ങളോടായിരിക്കാം പുതിയ കവിതകൾ എങ്ങനെയാണ്? പുതിയ കവിതകൾ ഗദ്യമായിട്ടാണ് ഞാൻ പലരുടെയും കാണുന്നത്. പക്ഷെ അതൊരു കവിതയുടെ ആസ്വാദനം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ ആസ്വദിക്കാൻ തോന്നാറുണ്ട്. നേരെ മറിച്ച് ഇങ്ങനെ പദ്യമായിട്ട് എഴുതുമ്പോൾ നമ്മൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വരികളും കാര്യങ്ങളും ഒക്കെ കൂടുതലുണ്ടാവും. സംഗീതത്തിനും ഈ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വലിയ അങ്ങനെ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ വേദികൾ കിട്ടിയാൽ പാടാറുണ്ട്. ഇപ്പൊ ഒരു കവിത രണ്ടുപേരും ചൊല്ലണം. യാത്ര. യാത്രയിലാണു ഞാൻ ഇന്നോ തുടങ്ങിയ ദീർഘമാം വേറിട്ട യാത്രയിലാണു ഞാൻ, എത്രയോ നേരമായി പുറപ്പെട്ടതാണു ഞാൻ,
ലക്ഷ്യത്തിലെത്തുവാൻ വേണം സമയവും. യാത്രയിലാണു ഞാൻ എന്നോ തുടങ്ങിയ ദീർഘമാം വേറിട്ട യാത്രയിലാണു ഞാൻ. എത്രയോ നേരമായി പുറപ്പെട്ടതാണു ഞാൻ. ലക്ഷ്യത്തിലെത്തുവാൻ വേണം സമയവും. വീണ്ടും ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് തിരിച്ചു വന്നാൽ ആദ്യം പറഞ്ഞ പോലെ മൗനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന ഒരു കവിത, അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കവിതാ സമാഹാരത്തിലും ഈ പ്രണയ മൽഹാർ എന്നാണ് പേര്. അത് പ്രണയത്തെ കുറിച്ച് തന്നെയാണ്. ഈ ഒരിക്കലും അവസാനിക്കാത്ത പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുന്നു. എന്റെ ഭർത്താവിനോടുള്ള സ്നേഹം തന്നെയാണ്. എങ്ങനെയാണ് പ്രണയത്തെ കുറിച്ചുള്ള കാഴ്ച? പ്രണയം, പഴയ പ്രണയവും പുതിയ പ്രണയവും ഒക്കെ എനിക്ക് തോന്നുന്നു കുറെ വ്യത്യാസമുണ്ട്. വാക്കുകളിൽ ഒരേ വാക്കാണെങ്കിലും അതിന്റെ ആഴത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ട് കാലത്ത് ജാതിയോ മതമോ, മനുഷ്യരുടെ കാര്യം വരികയാണെങ്കിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അന്ധമായ പ്രണയം പണ്ട് നിലനിന്നിരുന്നു. ഇന്ന് അതൊക്കെ മാറി നമ്മളെല്ലാവരും ഒരു സങ്കുചിത മനസ്ഥിതിയിലേക്ക് പോവുക. എനിക്ക് എന്ത് കിട്ടും? സ്നേഹിച്ചത് കൊണ്ടോ പ്രണയിച്ചത് കൊണ്ടോ എനിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമോ? അത്തരത്തിലുള്ള ചിന്തകളൊക്കെ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷെ കാലഘട്ടം മാറുന്നതനുസരിച്ച് ആളുകളുടെ ചിന്താഗതിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിയായ പ്രണയത്തിൽ ലാഭനഷ്ടങ്ങളില്ല, കൊടുക്കൽ വാങ്ങലില്ല. എന്താണോ അത് നാച്ചുറലായിട്ട് എന്താണോ മനസ്സിലുള്ളത് അത് നമുക്ക് സിറ്റുവേഷനിൽ മനസ്സിലാവും. ഓരോ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് പ്രണയത്തിന്റെ അതിന്റെ അഗാധ തലങ്ങളിൽ നമുക്ക് തൊട്ടറിയാം. അപ്പോഴും ഈ പുസ്തകത്തിൽ എപ്പോഴും ഈ കവിത വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണുന്ന ആളാണ്. പുസ്തകത്തിൽ കവിതകൾക്കും പോസിറ്റിവിറ്റി നൽകാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ കവിതകളിലെല്ലാം ഇങ്ങനെ തിരികെ നടക്കുമ്പോൾ ഞാൻ ഒരുമിച്ചായിരിക്കണം എന്നൊരാഗ്രഹം ഉണ്ട്. അതിനൊപ്പം ഈ കുറെ കവിതകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. താരകങ്ങൾ, നഷ്ടത്തിന്റെ രാത്രിയിൽ രാവിൽ തിളക്കം കുറഞ്ഞിരിക്കുമ്പോൾ താഴേക്ക് നീ എന്നെ നോക്കി നിൽക്കുന്നു എന്ന ഒരു പ്രയോഗം, നിലാവിൽ ഒറ്റപ്പെട്ടവർ. അങ്ങനെ ഒരു ഒറ്റപ്പെടലിന്റെ ഒരു നഷ്ടത്തിന്റെ, പ്രണയ നഷ്ടത്തിന്റെ ഒരു ഛായ കവിതകളിലെല്ലാം എത്രയൊക്കെ മൂടി വെച്ചാൽ എത്രയൊക്കെ പോസിറ്റിവിറ്റി മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു നമ്പർ. അത് എന്താണ്? അത് പ്രണയം ഞാൻ പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഇപ്പൊ ഇല്ല. 4 വർഷം മുമ്പ് എനിക്ക് പിരിഞ്ഞു പോയതാണ്. അത് എന്റെ മനസ്സിലൊരുപാട് ഇന്നും ഈ 2 പുസ്തകങ്ങളും പ്രണയത്തെ കുറിച്ചുള്ള പുസ്തകങ്ങൾ തന്നെയാണ്. ഇടയ്ക്ക് 2-3 കവിതകൾ മറ്റു തരത്തിൽ ഇറങ്ങിപ്പോയി. നമ്മുടെ ജീവിതത്തിന്റെ മറ്റു മേഖലകളെ സ്പർശിക്കുന്ന എഴുത്ത് അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. പുതിയ പുസ്തകം എന്റെ കയ്യില് ധാരാളം കവിതകൾ ഇപ്പോൾ ഉണ്ട്. എത്ര ബുക്കുകൾ വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാനുള്ള കവിതകൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ പ്രണയം മാത്രമല്ല അതിന്റെ എഴുതിയതിപ്പോ ഇത് രണ്ടും അങ്ങനെ വന്നുപോയിന്നേ ഉള്ളൂ. ഇപ്പം പ്രണയ മൽഹാർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയവും നഷ്ടവും വിഷമവും സങ്കടവും മനസ്സിലെ ചിന്തകളും ഒക്കെ ആ കവിതകൾ എല്ലാം, ബാക്കിയുള്ള കവിത 31 കവിതകളാണുള്ളത്, അതിൽ പരാമർശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ പ്രണയ മൽഹാർ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു മൽഹാർ ഒരു രാഗമാണ്. അപ്പൊ അത് വേറെ ആരും പറഞ്ഞു കേട്ടില്ല, എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു പേരാണ് പ്രണയ മൽഹാർ. അങ്ങനെയാണ് പ്രണയ മൽഹാർ കിട്ടുന്നത്. മറ്റ് കവിതകൾ എൻ്റെ കുറെ കവിതകളുണ്ട്. അതിലൊക്കെ പ്രണയം മാത്രമല്ല, നീതി, ന്യായം, അവകാശങ്ങൾ, നമ്മൾ തകർന്നു കഴിയുമ്പോൾ നമ്മൾ പടവുകൾ കയറി വരിക, പോസിറ്റിവിറ്റിയാണ് എൻ്റെ കവിതയിൽ എനിക്ക് തോന്നുന്നു കൂടുതലും വന്നിട്ടുണ്ടാവുക. കാരണം ജീവിതത്തെ എപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളുമാണ്. എന്ത് കാരണാലും നമ്മൾ വീണ്ടും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക എന്നുള്ളൊരു സ്വഭാവം എനിക്കുണ്ട്. അധിക നേരം താഴ്ന്നിരിക്കുന്ന സ്വഭാവമല്ല. അപ്പൊ അത് കവിതകളിലൂടെ വന്നാൽ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകുമല്ലോ എന്നുള്ളൊരു ചിന്തയും എനിക്കുണ്ട്. കാരണം വായിച്ചവര് വിളിച്ചു പറയാറുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് കവിതകളിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അത് സ്വാധീനിക്കാറുണ്ട്? ചില കവിതകൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഇപ്പൊ കണ്ണടകൾ മുഴുവൻ കാട്ടാക്കട്ടെ, അതിപ്പോഴും എൻ്റെ മനസ്സിൽ കണ്ണടകൾ വേണം. എന്ന് വെച്ചാൽ നമ്മള് കണ്ണുണ്ടായാൽ പോരാ, പല കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല. അത് കണ്ണട വെച്ച് കാണണം എന്നുള്ള രീതിയിലാണ്. അത് നമ്മൾ അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ നമ്മൾ കേൾക്കുന്നതൊക്കെ വിശ്വസിക്കുന്നു. സൂക്ഷ്മമായ ഒരു നിരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ അവരവരുടെ അനുഭവത്തിലൂടെ മാത്രമേ സത്യമേത് മിഥ്യ ഏത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ തിരിച്ചറിവുകൾ ഒരുപാട് നമ്മൾ അറിയേണ്ടതുണ്ട്. തിരിച്ചറിവുകളിലൂടെയാണല്ലോ നമുക്കൊരു ബോധം ഉണ്ടാകുന്നത്. അത്തരം കവിതകൾ നമ്മുടെ മനസ്സിനെ വളരെയധികം സ്പർശിക്കാറുണ്ട്. അതേപോലെ രേണുക, അതേപോലെ കവിതകൾ, അങ്ങനെ പുതിയ കവികളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഒരു നടക്കരയാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ താളബോധവും ആ വരികൾ, അതേപോലെ മധുസൂദൻ നായരുടെ സാറിന്റെ കവിതകള്, സുഗതകുമാരി ടീച്ചറെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു അവസരം കിട്ടിയത് ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് 2021 മുമ്പാണ്. കുറെ കവിതകൾ എഴുതി വെച്ചപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു അത് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എന്നും വർഷങ്ങളായിട്ട് എൻ്റെ പുറകെ നടന്ന് പറയുന്ന ആളാണ്. ഞങ്ങള് വീട്ടിലിരിക്കുന്ന ഒരു ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് പറയും കവിത എഴുതാൻ പറയും, വെറുതെ ഇരിക്കും, എഴുതിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ മുകളിലത്തെ റൂമിൽ പോയിരുന്നിട്ട്, അപ്പോൾ എൻ്റെ ഒരു ഡയറി ഉണ്ട്, അപ്പം പഴയ കവിത എഴുതുന്നുള്ളത് അറിയാലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേറെ എഴുതി കൊണ്ടുവന്നു പറയും. ഞാൻ അവിടെ മാറിയിരുന്നിട്ട് കവിത എഴുതി കൊണ്ടുവന്നാൽ മാത്രം പോരാ, അത് പാടി കേൾപ്പിക്കാൻ വേണം. അത് കേൾപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര നന്നായിട്ടുണ്ടെന്ന് പറയും. അപ്പം വീണ്ടും എഴുതുന്നു പറയും, ഇനി എഴുതുന്നു പറയും. അപ്പൊ വീണ്ടും ഞാൻ പോയി കുട്ടികളെ പോലെ ഇരുന്നു മാറിയിരുന്ന് വീണ്ടും എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ ചിലപ്പോൾ ദിവസങ്ങൾ 10-15 കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആവേശമാണ്. അപ്പൊ ഈ എണ്ണം കൂട്ടി 100 ആക്കണം 200 ആക്കണം എന്ന് വെച്ചാൽ എഴുതാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അത് എഴുതുക ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. അപ്പൊ ഇങ്ങനെ കവിത കുറെ ആയിട്ടും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാം, പിന്നെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, ഇത് നാട്ടുകാർ വായിക്കണ്ടല്ലേ, വല്ല മിസ്റ്റേക്ക് ഉണ്ടോ, അപ്പൊ അത് നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം അധികം ഇല്ല ശരിക്കും, പക്ഷെ എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പൊ അത് ഒന്നുകൂടെ വായിച്ചു നോക്കണം. അപ്പൊ എനിക്ക് സമയമില്ല. അപ്പൊ രാവിലെ 7 മണിക്ക് 8 മണിക്ക് ഓഫീസിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ 6 മണി 7 മണി ചിലപ്പോൾ 8 മണി ചിലപ്പോൾ 10 മണിയൊക്കെ ആയിരിക്കും ഓഫീസിൽ നിന്ന് വരുന്നത്. അപ്പൊ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് നോക്കാനോ അതിലൊന്ന് ഇരിക്കാനോ ഉള്ള സമയം കിട്ടാറില്ല. അതങ്ങനെ നീണ്ടു നാളെ എന്ന് പറഞ്ഞ പോലെ നീണ്ടു പോയി. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇത് അവസാനം ഇതെല്ലാം ടൈപ്പ് ചെയ്ത് 101 കവിതകളാക്കിയിട്ട് അത് നമുക്ക് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് മൂകാംബികയില് ഞങ്ങൾ മിക്കവാറും 2 മാസമൊക്കെ കൂടുമ്പോൾ പോകാറ്. ഞങ്ങളെല്ലാം ഫാമിലി എല്ലാവരും കൂടെ പോയി അത് ദേവിയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ പറഞ്ഞ് പബ്ലിഷ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് അവതാരിക എഴുതാനാണ് വേണ്ടത്. എനിക്ക് സുഗതകുമാരി ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടീച്ചർ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കോളേജിൽ ഞാൻ ഹോർട്ടിക്കൾച്ചർ കോളേജിലാണ് അഗ്രികൾച്ചറിൽ പഠിച്ചത്. അപ്പോൾ കോളേജ് തൊട്ടടുത്ത ഫോറസ്ട്രി കോളേജിൽ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഓടിച്ചെന്ന് ടീച്ചറെ അടുത്ത് എൻ്റെ ഒരു നോട്ട്ബുക്കിൽ ടീച്ചർ എഴുതി തന്നു, നാടിന്റെ നന്മയുള്ള മകളായി വളർന്നു വരിക എന്ന് പറഞ്ഞു, സുഗതകുമാരി എന്ന് പറഞ്ഞു എഴുതുന്നുണ്ട്. അത് ഏത് കാലഘട്ടമാണെന്ന് ആലോചിക്കണം, 86, 87 ആ കാലഘട്ടത്തിലാണ്. അപ്പൊ അത് ഇന്നും എൻ്റെ കയ്യിൽ ഞാനത് സൂക്ഷിച്ചവിടെ വെച്ചിട്ടുണ്ട്. ആ വരികളും എനിക്ക് ഓർക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സുഗതകുമാരി ടീച്ചർ, അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ആ ടീച്ചർ ഒന്നും സുഖമില്ലാതെ കിടക്കുകയാണ്, തിരുവനന്തപുരത്താണ്, വലിയ വിസിറ്റേഴ്സിനൊന്നും അനുവദിക്കുന്നില്ല എന്നാണ് കേട്ടതെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, എന്നാലും ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളെ വിളിച്ച് വന്നോളാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ഈ 101 കവിതയും കൊണ്ട് ടീച്ചർ എടുത്തു. വേറെ ആരെയും പബ്ലിക്കിനെ ആരെയും കാണിച്ചിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം വീട്ടിലുള്ളവർ കണ്ടു. അപ്പൊ ഇതുകൊണ്ട് ടീച്ചർ എടുത്ത് പോയി. അപ്പൊ ടീച്ചർ ഇങ്ങനെ ബെഡ്റൂമിൽ ഇരിക്കുകയാണ്, ഞാൻ എൻ്റെ ചെറിയ മോനുണ്ട്, ഞങ്ങൾ 3 പേരും കൂടെ. അപ്പൊ ടീച്ചർ അവിടെ ചെന്ന് പാരാന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതങ്ങോട്ട് കൊടുത്തു, ടീച്ചറുടെ അടുത്ത് വായിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞു. വലിയൊരു കവയത്രിയുടെ മുമ്പിലാണ്, ഞാനൊന്നും അല്ലാത്ത ഒരാൾ. ടീച്ചറോടെ എനിക്ക് ഞാൻ കാപ്പിയൊക്കെ തന്ന് ടീച്ചർ എല്ലാം ഓരോ പേജായിട്ട് എന്താ പറയാ ഭയങ്കര ക്ഷമയോട് കൂടി ഇതെല്ലാം മറിച്ച് നോക്കി ഒരു 5-6 വരികളായിട്ട്, എല്ലാം ഫുള്ളൊന്നും വായിക്കാൻ സമയമില്ല, 4-5 വരികൾ ഞാൻ വായിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് മലയാളം, എന്താണ് എമ്മയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒന്നുമില്ല, ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ. അങ്ങനെയില്ല ടീച്ചർ അങ്ങനെ നല്ല അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഓ അങ്ങനെയാണല്ലേ, അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ടീച്ചർ നല്ല ലാംഗ്വേജ് ആണ്, നല്ല ഭാവനയുണ്ട്, ഒരുപാട് വലിയ നിലയിലെത്തും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആ വാക്കുകൾ എപ്പോഴും മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു രാമായണം വായിക്കാറുണ്ടോ, വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ
ഇല്ല, രാമായണം വായിച്ചിട്ടില്ല. രാമായണം വായിക്കുന്നത് കേൾക്കാറുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും വായിക്കും, കർക്കിടകത്തിലൊക്കെ എപ്പോഴും വായിക്കാറുണ്ട്. അപ്പൊ നമ്മളങ്ങനെ ഇരുന്ന് അത് കേട്ട് ശീലമുള്ളൂ. പക്ഷെ അങ്ങനെ വായിക്കാൻ മെനക്കെട്ടിട്ടില്ല. ഇല്ലാതാണ് എൻ്റെ അടുത്ത് രാമായണം വായിക്കണം, വൈലോപ്പിള്ളിയുടെ കവിതകൾ വായിക്കണം എന്ന് കുറെ കവികളുടെ പേരൊക്കെ പറഞ്ഞു. ഇപ്പൊ നല്ല ട്യൂണാണ് വൈലോപ്പിള്ളിയുടെ ഒക്കെ കവിതകൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും വായിക്കും. ടീച്ചർ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്നെ അനുഗ്രഹിച്ച് കാലൊക്കെ തൊട്ട് നമസ്കരിച്ച് ഞാൻ തിരിച്ചു പോകുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ടീച്ചർ. പക്ഷെ ആ ഒരു പ്രചോദനം കൊണ്ട് ഞാൻ പിറ്റേന്ന് മുതൽ രാമായണം വായിച്ചു. കുറച്ച് സമയം എടുത്തു, പക്ഷെ എന്നും വായിക്കും. എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഇരുന്ന് ഞാൻ രാമായണം വായിച്ചു തീർത്തു. പിന്നെ കുറച്ച് കവിതകൾ വായിച്ചു. ഞാൻ കവിതകൾ ശരിക്കും പറഞ്ഞാൽ വായിക്കാറില്ലാത്ത ഒരാളാണ്. പാട്ടുകൾ ഇഷ്ടമാണ്, പക്ഷെ കവിതകളോട് വലിയ ക്രൈസ് ഒന്നും എനിക്ക് ശരിയൊന്നും വരുന്നില്ല. നോവല്, കഥ, ചെറുകഥ, ഡിറ്റക്റ്റീവ് നോവല്, പിന്നെ അങ്ങനത്തെ വിവർത്തനങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു വായിച്ചിരുന്നത്. പക്ഷെ രാമായണം വായന എഴുത്തിനെ സഹായിച്ചിട്ടുണ്ടാവും. കാരണം രാമായണം എന്ന് പറഞ്ഞാൽ അത് വായിച്ചാലും തീരെയും ചെയ്യില്ല. ഒരു അനന്ത സാഗരം പോലെ കിടക്കുന്ന ഓരോ വരികൾക്കിടയിലും കിടക്കുന്ന അർത്ഥം ഇപ്പൊ വായിച്ചതല്ല, പിന്നെ നമ്മളിപ്പോ സ്പീഡിൽ വായിച്ചു കഴിഞ്ഞിട്ട് അവിടെ മനസ്സിലാകുന്ന കാര്യങ്ങൾ പിന്നെ വിട്ട് വായിക്കുമ്പോൾ അതിന്റെ അന്തരാർത്ഥങ്ങളും അതുപോലെ തന്നെ പദസമ്പത്ത് തുടങ്ങുന്നത് തന്നെ എഴുതി വരുമ്പോ ഒരു കടലിലെ തിരമാലകൾ പോലെ അക്ഷരങ്ങളെന്ന് പറയട്ടെ. അതെ 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 അതെ. അപ്പോ എഴുത്തിന്റെ ലോകത്ത് രാമായണം എങ്ങനെയാണ്? വാൽമീകി രാമായണം എഴുതി ഒന്നുമില്ലാത്തൊരു കാലത്ത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഇതൊക്കെ എങ്ങനെ വന്ന ആ എഴുതിയ ഇതിലേക്ക് നിറഞ്ഞു എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ യുഗത്തില് അങ്ങനെ ആരെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും എഴുതുക എന്ന് പറഞ്ഞാൽ അതും ചിന്തിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ഇത് എഴുതി എന്നുള്ളത് ഒന്നും വേണ്ട, ഒരു പേജ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ അർത്ഥങ്ങളും വാക്കുകളും അതിൻ്റെയൊക്കെ സമന്വയവും ഇതൊക്കെ ചേർന്നിരിക്കുന്നത്, അതിന്റെ പ്രാസവും ഒക്കെ എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മള് രാമായണത്തെ കുറിച്ച് സംസാരിച്ചു. എന്നാൽ നമ്മുടെ കവിതകളെല്ലാം വളരെ ചെറിയ കവിതകളും ചെറിയ പുസ്തകങ്ങളാണ്. അപ്പൊ എഴുതി വച്ചിരിക്കുന്ന കവിതകളുണ്ട്. ഒരു വലിയ പുസ്തകം പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ ചെറുത് എഴുതി വെച്ചാൽ ആദ്യം വിചാരിച്ചത് 101 കവിതകൾ പബ്ലിഷ് ചെയ്യാന്ന് വിചാരിച്ചത്. അങ്ങനെ ഇറക്കാമല്ലോ 101, 200, 300 ഒക്കെ എഴുതുക. പക്ഷെ ഞാൻ കുറെ പേരെടുത്ത് ചോദിച്ചു. അപ്പോഴവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും ആരും വായിക്കില്ല, ഇത്രയും വലിയ ബുക്ക് അത് വിൽക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായി. വലിയൊരു ബുക്ക് കൊടുത്താൽ അത് കേട്ടപ്പോ എനിക്ക് തോന്നി ശരി, വലിയൊരു ബുക്കാണ്. ഞാനിപ്പം 101 കവിത എന്റെ സുഹൃത്തുക്കൾക്ക് കൊടുത്താൽ ഇവരത് വായിക്കാൻ അവിടെ വെക്കും, അതവിടെ ആയി പോകുമെന്നുള്ള സംശയം കൊണ്ടാണ് ഞാനതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ചെറിയ ചെറിയ ബുക്കുകളാക്കി ഇറക്കിയത്. സന്ദേശങ്ങൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് തന്നെ ഞാൻ പറയാറ്, കവിത എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മനസ്സാണ് കവിത. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ, ഞാൻ ഓരോന്നിനെയും പറ്റി എങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ പെർസെപ്ഷൻ, അതാണ് കവിതകളിലൂടെ വരുന്നത്. അപ്പൊ കവിതകൾ എപ്പോഴും വായിക്കുന്നതിന് ഒരു പ്രചോദനം, അവനൊരു ഊർജവും കിട്ടണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നല്ല വഴികൾ കാണിച്ചു കൊടുക്കുക. കാരണം ഇന്നത്തെ സമൂഹത്തിൽ പുതിയ ജനറേഷൻ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നോ ഒന്നും അവർ തിരിച്ചറിയുന്നില്ല പലപ്പോഴും. അപ്പോൾ അവർക്കുള്ള സന്ദേശവും കൂടിയായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആർക്കാണെങ്കിലും ഇപ്പൊ ഏത് പ്രായത്തിലുള്ള ഒരാൾക്കും നമ്മുടെ ചിന്തകൾ എല്ലാവരോടും എപ്പോഴും തുറന്നു പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ പല ബുക്കുകൾ എനിക്ക് തന്നെ പലപ്പോഴും ജീവിതത്തിൽ പല പല കാര്യങ്ങൾ, ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ നമ്മുടെ വായനയിലൂടെ തിരിച്ചറിയാം. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കവിതകളിലൂടെ കുറേയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. മറ്റുള്ളവർ വായിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തവരടുത്ത് നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ലല്ലോ, ഉപദേശങ്ങൾ ഇഷ്ടമല്ല. പക്ഷെ പുസ്തകങ്ങൾ എന്നും അന്നും ഇന്നും ഒരുപാട് മാർഗദർശികളാകാം. ഇപ്പോൾ നമ്മൾ എന്താ പറയാ, ഇതാണല്ലോ, ഈ യുഗത്തിലാണല്ലോ ജീവിക്കുന്നത്. ആർക്കും വായനയില്ല. ഒന്നുകിൽ കമ്പ്യൂട്ടറോ മൊബൈലിലോ വഴി വായിക്കാം ബുക്കുകൾ. അത് പുതിയ ജനറേഷൻ അതാണ് താല്പര്യപ്പെടുന്നത്. കാരണം പഴയ ജനറേഷൻ നമുക്കത് കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം കാലം മാറുമ്പോൾ അങ്ങനെയൊക്കെ മാറേണ്ടി വരും. എങ്കിലും നമ്മൾ ബുക്കുകൾ വായിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഞാൻ വായിച്ചു നോക്കാറുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും അങ്ങോട്ട് ഈ ഒരു സുഖം, ഒരു ഹാർഡ് കോപ്പിയിൽ വായിക്കുന്ന ബുക്കുകളുടെ സുഖം, ആ ബുക്കുകളുടെ പേപ്പറുകളുടെ ഗന്ധം, ആ വരികൾ, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എത്ര ഈ പേജിലാണ് ആ കവിത അല്ലെങ്കിൽ ആ നോവലിന്റെ വരികൾ ഇവിടെയാണ് കിടക്കുന്നത് എന്നൊക്കെ നമുക്ക് വളരെ
എന്താ പറയാ മറക്കാതിരിക്കുക. നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ഇന്ന പേരിൽ ആ കവിതയുണ്ട് അല്ലെങ്കിൽ ആ പാട്ടുണ്ട് എന്നൊക്കെ ഓർക്കുന്ന പോലെ ബുക്കുകൾ എത്ര കാലം പുരോഗമിച്ചാലും നിലനിൽക്കുക തന്നെ വേണം. അപ്പം ഓരോ എഴുതുന്ന ഓരോ ആളുകളും അതേപോലെ എഴുതിക്കൊണ്ടിരിക്കുക. അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും സുഹൃത്ത് വലയത്തിൽ ഒരുപാട് പേരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, നല്ല ജനങ്ങളുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ. ഇതിൽ മാത്രമല്ല ഇവരുടെ സപ്പോർട്ട് ചെയ്താൽ എല്ലാവരും വളരുള്ളൂ. സപ്പോർട്ട് ഞാനും പ്രതീക്ഷിക്കുന്നു എല്ലാവരും എടുക്കുന്നുണ്ട്. വളരെ നന്ദി. ഈ പരിപാടിയുടെ ഭാഗമായി ഇതിലേറെ വിവരങ്ങളിലേക്ക് പോകുവാൻ സാധിക്കട്ടെ.